ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു സൺഡേ വ്ലോഗ് കാണാം. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു, ആൾക്ക് ഓഫ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഈ ഒരു ടൈമിലൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്, പക്ഷേ ഇന്ന് തിരക്കൊന്നും ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റി. റംദാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, ഞായറാഴ്ച മാത്രം. കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഓഫീസ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ചധികം വർക്ക് ഉണ്ടായതുകൊണ്ട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴത്തേക്ക് ആളെ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറിയ ശേഷം നല്ല ചൂരക്കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതുമാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ളത്. അപ്പം ചോറും മീനും ഒക്കെ കൂട്ടി കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്തെ വലിയ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇടുന്നത്. പിന്നെ വണ്ടി എടുത്ത് 2ാമത്തെ ദിവസം തന്നെ ഏതോ ഒരു പന്നി മോൻ ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടിട്ട് ഉരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ക്രാച്ച് പോലും ഞങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ആദ്യം കുറച്ച് വിഷമമൊക്കെ ആയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരാന്ന് കണ്ടെത്താനൊന്നും പറ്റിയില്ല. അപ്പം നേരെ നമ്മൾ പോകുന്ന ഒരു ചായക്കടയിലോട്ടാണ്. ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ ഒരു 6 മാസത്തോളം താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കടിയൊക്കെ വാങ്ങിച്ച ശേഷം ഞങ്ങൾ വണ്ടിയിലിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് നോമ്പ് സമയത്ത് കുടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചായയും കുടിച്ച് ബജ്ജിയും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് രാത്രി 9 മണിയാകുമ്പോൾ വീണ്ടും ഇനി ഡ്യൂട്ടിക്ക് പോകണം. അതിന് മുന്നേ നമുക്ക് വീട്ടിലൊക്കെ വിളിക്കണം. ചെറിയൊരു മയക്കത്തിന് ശേഷം ഒട്ടും താല്പര്യമില്ലാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജോലിക്ക് പോകാനായിട്ട് പോകുന്നത്. പിന്നെ പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ചേട്ടനുള്ള ദിവസം എന്നെ കൊണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ അലച്ചിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും തോന്നാറില്ല. വൈകിട്ടായതുകൊണ്ടും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ആളവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് സ്പെഷ്യൽ കഫേയിലേക്കാണ് കേട്ടോ. പക്ഷേ ചായക്ക് പകരം ഞങ്ങൾ ഈ ഒരു ഐറ്റമാണ് ട്രൈ ചെയ്തത്. ഇതിൻ്റെ പേര് തിരാമിസു എന്നാണ്. ഒരു ഹോം ബേക്കർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ മധുരവും ഒന്നും ഫീൽ ചെയ്തില്ല. 2 ഫ്ലേവറും അവൈലബിൾ ആയിരുന്നു, പിസ്തായും അതുപോലെ തന്നെ സ്ട്രോബെറി. ഞാൻ പിസ്തയാണ് ട്രൈ ചെയ്തത്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച ശേഷം നേരെ വീട്ടിലേക്ക്.